അടുത്തത് 2023 മോഡൽ എക്സ്പ്രസോ ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് എത്രയാണ്? 22,000. 22. ഓണർഷിപ്പ് 22 അല്ല, കിലോമീറ്റർ കേട്ടെ. കിലോമീറ്റർ 22,000. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. അടുത്തത് സ്വിഫ്റ്റ് ഡിസയർ VDI. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ടയേഴ്സ് കൊള്ളാം. കിലോമീറ്റർ ഒക്കെ എന്താ ഓടിയിട്ടുണ്ട്? 69,000 കിലോമീറ്റർ. അടുത്തത് 2018-19 മോഡൽ ഫോർഡ് ആസ്പയർ. ഫോർഡ് ആസ്പയർ എന്താ ഓടിയിട്ടുണ്ട്? 45,000. ഓണർഷിപ്പ് സെക്കൻഡ്, തേർഡ്. അടുത്തത് 2012 മോഡൽ റിക്സ് ആണ്, ZXi. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 68,000. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയാണ്. അതായത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന ഭാഗത്ത് കാർ ആൻഡ് ബൈക്ക് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് ആയൂർ, തിരുവനന്തപുരമൊക്കെ പോകുന്ന ഭാഗത്ത് കരിക്കം എന്ന് പറയുന്ന ഭാഗത്ത് എഴുത്താണി ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഷോപ്പാണ്. നല്ല ക്വാളിറ്റി കാറുകളാണ്. ഒരു 90% ക്വാളിറ്റി കാറുകൾ വിൽക്കുന്ന, 100 തികച്ച് പറയേണ്ട കഴിച്ചിട്ട് അങ്ങനെ പറഞ്ഞ കേട്ടോ, 90% നല്ല ക്വാളിറ്റി കാറുകൾ വിൽക്കുന്ന നല്ലൊരു ഷോപ്പാണ്. അതേപോലെ 2 വർഷം വാറണ്ടി അടക്കം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ക്വാളിറ്റി വണ്ടികളും വാറണ്ടി സഹിതം ധൈര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് നല്ല വണ്ടികൾ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ വിശ്വസിച്ച് നിങ്ങൾക്ക് ഒന്ന് എടുക്കാവുന്നതാണ്. എന്നിരുന്നാൽ പോലും യൂസ്ഡ് വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ചെക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് വേണം വണ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് നമ്മളെ പുതിയ വണ്ടികളുടെ സ്റ്റോക്കുകൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് വരാം. ടാറ്റ ഹാരിയർ 2020 മോഡൽ സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ, ഡീസൽ. 80,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. വണ്ടിക്കകമൊക്കെ നീറ്റാണ്. ആൻഡ്രോയിഡൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. മാനുവലാണ്. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല. എത്ര ചോദ്യം? നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി 2 വർഷത്തേക്കുണ്ട്. 2 വർഷത്തെ വാറണ്ടിയോട് കൂടി 10,95. 10,95. ഇത് സെക്കൻഡ് ഇട്ട ടയേഴ്സ് അല്ലേ? അതെ. ഓക്കെ. വണ്ടിയുടെ മൊത്തത്തിൽ കാണാൻ വലിയ അപാകതകളൊന്നുമില്ല. ഇത് കിലോമീറ്റർ ജെന്യൂൻ ആണല്ലോ, റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ല, ജെന്യൂനാണ്. അടുത്തത് 2022 ബൊലേറോ സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ. 40 ഓടിയിട്ടുള്ള? 40 ഓടിയിട്ടുള്ളൂ. ഓക്കെ. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്? ജെന്യൂൻ കിലോമീറ്ററാണ്. ഡീസൽ അല്ലേ? ഡീസലാണ്. ഡീസൽ. വണ്ടിക്കകമൊക്കെ നീറ്റാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. മാനുവലാണ്. ഇതിനും സീറ്റ് കവേഴ്സായിട്ട് വന്നിട്ടില്ല. വണ്ടി പക്ഷെ കാണാനൊക്കെ നല്ല നീറ്റാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ടയറിൻ്റെ ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ ആവറേജിന് മേളിലായിട്ട് നിൽക്കുന്ന ഒരു ടയറുണ്ട്. സ്റ്റെപ്പിനി അത്യാവശ്യം നല്ല പുതിയതാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദ്യം? നമുക്ക് വാറണ്ടി അടക്കം 8,95. ഓക്കെ. ഇത് മൈലേജ് എന്താണ് ഈ വണ്ടി? മൈലേജ് നമുക്കൊരു 18 ആ റേഞ്ചുണ്ട്. അടുത്തത് 2017-18 ഈക്കോ സെക്കൻഡ് ഓണർ, 63,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ഓക്കെ. വണ്ടിക്കകം കുഴപ്പമില്ല, നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഡ്രൈവിംഗ് സൈഡിൻ്റെ ഭാഗം ചെറിയായിട്ടൊന്ന് കീറി ഇരിപ്പുണ്ട്. അല്ലാത്ത വർഷം വണ്ടി കാണാനൊക്കെ നീറ്റാണ്. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ബാക്ക് സൈഡ് നോക്കിയാലും തുരുമ്പോ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല നീറ്റായിട്ട് തന്നെ ഫ്ലോർ നിൽപ്പുണ്ട്. ഓക്കെ. കുഴപ്പമില്ലാത്ത ഒരു വണ്ടി. എത്ര ചോദ്യം? 365. എത്ര? 365. 365. ടയേഴ്സ് ആവറേജ് താഴെ ഉള്ളൂ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല. ഇല്ല. വണ്ടി കാണാനും വലിയ അപാകതകളൊന്നും കാണുന്നില്ല. നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ബോഡി ഷേപ്പൊക്കെ ആണെങ്കിലൊക്കെ കൊള്ളാം. കളർ ഫെയ്ഡ് അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല. അതായത് ഇവിടെ ടെയിലാമ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിപ്പുണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അത്യാവശ്യം വണ്ടി നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അടുത്തത് 2009 മോഡൽ ആൾട്ടോ. ഓണർഷിപ്പൊക്കെ എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ, 83,000 കിലോമീറ്റർ. 83. ഓക്കെ. അത്യാവശ്യം ഓട്ടോ ഓടിയിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്ത് വണ്ടിക്കകമൊക്കെ നീറ്റായിട്ടാണ് ഇട്ടേക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ചെറിയ ചെറിയ റീപ്ലേസ് അങ്ങ് വന്നിട്ടുള്ളൂ. ചെറിയ റീപ്ലേസുകളുണ്ട്. ഓക്കെ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ടയർ ആവറേജ് താഴെയാണ് ടയർ നിൽക്കുന്നത്. എത്ര ചോദ്യം? 1,15. എത്ര? 1,15. 1,15. ഓക്കെ. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി 2029 ലാസ്റ്റ് വരുന്നുണ്ട്. 29 ലാസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ. വണ്ടി ബോഡി ഷേപ്പിലൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല.
ഇത് വെള്ളം കയറിയേക്കാണോ? ചെറിയൊരു ലീക്കുണ്ട്. ലീക്കുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് 2023 മോഡൽ എക്സ്പ്രസോ ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷനാണേ. ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് എത്രയാണ്? 22,000. 22. ഓണർഷിപ്പ് 22 അല്ല, കിലോമീറ്റർ ഞാൻ കേട്ട. കിലോമീറ്റർ 22,000. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ഒരു ആൻഡ്രോയിഡ് ഒക്കെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. കൊള്ളാം, വണ്ടിക്ക് ആകമൊക്കെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. ഇല്ല. ടയേഴ്സ് കൊള്ളാം, ഫസ്റ്റ് ടയർ തന്നെയാണ്. അതെ. എത്ര ചോദ്യം? നമുക്ക് വാറണ്ടി അടക്കം 495. വാറണ്ടി അല്ലാതെ നിങ്ങൾ കൊടുക്കില്ല? കൊടുക്കും. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ചെയ്യാം. അടുത്തത് 2015-16 ഇയോണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 53,000. 53. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല. 2 ഡോർ പവർ വിൻഡോസ്. വണ്ടിക്കാകമൊക്കെ കൊള്ളാം. ഇത് വേരിയൻ്റ് ഏതാണ്? എറാ പ്ലസ്. ഓക്കെ. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ കൊള്ളാം. 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിങ്. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. അപാകതകളൊന്നുമില്ല. പക്ഷേ അതാണ്ട് ഇവിടെ ടൈലാമ്പ് വീണ്ടും ഇവിടെയും ഒന്ന് പൊട്ടിയിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 240. 240. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്നത്? നമുക്കൊരു 30,000 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഡൗൺ പേയ്മെൻറ്റ്. 30 രൂപ തൊട്ടുണ്ട്. അടുത്തത് സ്വിഫ്റ്റ് ഡിസയർ VDI. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. ടയേഴ്സ് കൊള്ളാം. കിലോമീറ്ററൊക്കെ എന്താ ഓടിയിട്ടുണ്ട്? 69,000 കിലോമീറ്റർ. 69. ജെനുവിൻ കിലോമീറ്റർ. വണ്ടിക്ക് അകമൊക്കെ നീറ്റാണ്. വേറെ അപാകതകളൊന്നുമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല. പക്ഷേ ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, AC, പവർ സ്റ്റിയറിംഗ് അതൊക്കെ വരുന്നുണ്ട്. ഡീസലാ പെട്രോളാ? ഡീസൽ. VDI ആണ്. 2014-15 മോഡൽ. ഓക്കെ. ടയേഴ്സ് കൊള്ളാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഇല്ല. എത്ര ചോദ്യം? നമുക്ക് 490. 490. പഴയതാണെങ്കിലും ഒരു അലോയ് വീലും ഉണ്ട്. പക്ഷേ ഈവൻ എല്ലാ ടയേഴ്സും, അതായത് 4 ടയേഴ്സും നല്ല ടയേഴ്സാണ്. ടയേഴ്സ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഉടനെ ഒന്നും മാറേണ്ടി വരില്ല. പിന്നെ വണ്ടി മൊത്തത്തിൽ കാണാനും ഒക്കെ കൊള്ളാം. കളർ ഫേഡോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഡീസൻ്റായിട്ട് ഇരിപ്പുണ്ട്. അടുത്തത് 2012 മോഡൽ റിറ്റ്സ് ആണ്. ZXi. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 68,000. ഓക്കെ. കിലോമീറ്റർ ജെനുവിൻ ആണ്. കിലോമീറ്റർ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഫോർഡോ പവർ വിൻഡോസ് ആണ്. വണ്ടിക്കകമൊക്കെ നോക്കിയാൽ ഡീസൻ്റായിട്ട് ഇരിപ്പുണ്ട്. ടയർ ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. മേളിൽ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുവാണോ? സ്റ്റിക്കറാണോ? സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. എത്ര ചോദ്യം? 260. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം? നേരിട്ട് വരിക. വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാകും. അടുത്തത് 2012 മോഡൽ സൈലോ ആണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് 4th ആണ്. 4 ഓണറായിട്ടുണ്ട്. കിലോമീറ്ററൊക്കെ 170. ഡീസൽ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. അല്ല, ഡീസലല്ലേ? ഡീസലാ. അപ്പോൾ ഇതിന് ടൈമിംഗ് ചെയ്യാനൊക്കെ? ടൈമിംഗ് മാറിയിട്ടുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞതാ. ഓക്കെ. വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത്രയും കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞ് വണ്ടിക്ക് അകം വൃത്തിയല്ലാതെ ഒന്നുമല്ല, നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് തന്നെ നോക്കിയാലും എല്ലാം നല്ല ക്ലീനാണ്. ആ രീതിയിൽ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഡോർ പാഡ് നോക്കുകയാണെങ്കിലും ആ ഒരു ഇത്രയും ഓടി എന്നുള്ളതിൻ്റെ ഒരു വൃത്തിയായിട്ട രീതിയിലല്ല വണ്ടി ഇരിക്കുന്നത്. അതൊക്കെ വൃത്തിയായിട്ട് തന്നെയാണ് ഈ ഫീൽ ചെയ്തത്. ടയേഴ്സ് കൊള്ളാം. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നും. എത്ര ചോദിക്കുന്നത്? എത്ര? ഇതിൻ്റെ പ്രൈസ് വന്നതേ ഉള്ളൂ വണ്ടി. ഓക്കെ. അപ്പം ഇപ്പോൾ വന്ന് കയറിയ വല്ല വണ്ടിയാണോ? ഇപ്പോൾ കയറിയതേ ഉള്ളൂ. ഓക്കെ. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് വിളിച്ചു ചോദിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് പറയാമല്ലോ. ഇവിടെ ചെറിയ ചണക്കുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ഇത് വർക്ക് ചെയ്ത് കൊടുക്കും? കൊടുക്കും. ഓക്കെ. നമുക്ക് ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഫിനാൻസിൻ്റെ കാര്യം പാടായിരിക്കും. ഫിനാൻസ് കിട്ടൂല? ഇല്ല. 12 അല്ലേ? അതുകൊണ്ട്. ഓക്കെ. അടുത്തത് 2023 മോഡൽ വാഗണർ. എന്ത് ഓടിയിട്ടുണ്ട്? 40,000. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരില്ല, അല്ലാതുള്ളതാണ്. ഫോർഡോ പവർ വിൻഡോ മാത്രമേ ഉള്ളൂ. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, AC, പവർ സ്റ്റിയറിങ്. സീറ്റ് കവർ ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ കിടക്കുകയാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ടയർ ആവറേജ് ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. എത്ര ചോദ്യം? നമുക്ക് വാറണ്ടി അടക്കം 575.
575. ഇത് ഫുൾ ലോങ് കയറാൻ ടൈപ്പ് എല്ലാം പറ്റിയ വണ്ടിയാണോ? നോക്കാം, അത്യാവശ്യം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ചെയ്യാം. 0 ഡൗണിൽ തന്നെ നോക്കാം. ഈ ഫ്രണ്ട് ടയർ മുട്ടയാണ്, മാറി കൊടുക്കും. അത് നമുക്ക് നോക്കാം, ചേഞ്ച് ചെയ്യാൻ നോക്കും. അടുത്തത് 2016 മോഡൽ വാഗണർ VX. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ഓണറാണ്. ഓടിയത് 1 ലാക്ക്. 1 ലാക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണ്. 4 പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, AC, പവർ സ്റ്റിയറിംഗ്. VX ആണ്. VX ചെയ്യാം. ഓക്കെ, ബാക്ക് ഒക്കെ കാണാൻ കൊള്ളാം, കുഴപ്പമില്ല. ടയർ ആവറേജ് ടയറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? 365. 365. ഏത് വർഷമായിരുന്നു? 2016. അടുത്തത് 2021-22 മോഡൽ ബിഗ് വാഗണർ. എന്ത് ഓടിയിട്ടുണ്ട്? 38. കിലോമീറ്റർ ജെനുവിനാണ്? ജെനുവിൻ കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ. 1.2 ആണ്. 1.2 ആണ്. ഓക്കെ. മാനുവലാണ്. 4 പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്. വണ്ടി കാണാനൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആവറേജ് താഴെയാണ് ടയറിൻ്റെ ഒരു കണ്ടീഷൻ. എത്ര ചോദ്യം? 5.5. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റുമത്? നമുക്ക് 0 ഡൗണിൽ നോക്കാം. പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം. പ്രൊഫൈൽ നല്ലതാണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ ഇറങ്ങും അല്ലേ? ചെയ്തു കൊടുക്കും. അടുത്തത് 2017 മോഡൽ കിഡ് ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 67,600. 67,600. ഇത് വേരിയൻ്റ് ഏതാ? RST എന്ന് പറയുമ്പോൾ മിഡിലാണോ? RST ആകുമ്പോഴത്തേക്കും ടോപ്പിനൊക്കെ തൊട്ട് താഴെയായിട്ടേക്കും. ആൻഡ്രോയിഡൊക്കെ വരുന്ന മോഡലാണ്. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ടയറിൻ്റെ ഒരു കണ്ടീഷൻ, നല്ല ടയറുണ്ട്. എത്ര ചോദ്യം? നമുക്ക് വിത്ത് വാറണ്ടി അടക്കം 340. ഓക്കെ. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ടയേഴ്സ് എല്ലാം കൊള്ളാം കേട്ടോ. 4 ടയേഴ്സും കൊള്ളാം. ചെറിയ പോറൽ വർക്കുകളുണ്ട് എന്നുള്ളതേ ഉള്ളൂ. വണ്ടി അല്ലാത്ത വർഷം കൊള്ളാം. അടുത്തത് 2023 സ്വിഫ്റ്റ് VXi. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ. 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ. ടയേഴ്സ് കൊള്ളാം, നല്ല ടയറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. കിലോമീറ്റർ ജെന്യുവൻ കിലോമീറ്റർ. ഈ വണ്ടിക്കാകെ ഓക്കെയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. 4 പവർ വിൻഡോസ് തന്നെ. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? ഇത് വന്നതേ ഉള്ളൂ, പ്രൈസ് എടുത്തിട്ടില്ല. ഓക്കെ, അടുത്തത് പുതിയ വണ്ടി കയ്യിൽ വന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. സ്പോയിലറൊക്കെ വെച്ചിട്ടുണ്ട്, കൊള്ളാം. വണ്ടി കാണാനൊക്കെ ഡീസൻ്റായിട്ട് പോകുന്നുണ്ട്. ഏകദേശം ഒരു 50 രൂപയ്ക്കുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? ഉറപ്പായിട്ട് ഇറക്കാം. വേറെ അപാകതകൾ പറയാൻ? ഒന്നുമില്ല. അടുത്തത് 2020 മോഡൽ എക്സ്പ്രസോ VSi മാനുവൽ. ഓണർഷിപ്പ് ഒക്കെ എന്നാ? സിംഗിൾ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 65. ടയർ ഓടി തെളിഞ്ഞ് നിൽക്കുകയാണ്. സെക്കൻഡ് ടയർ ഇട്ടതും ഓടിയിട്ടുണ്ട്. ആംബിയൻസ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ നല്ല വൃത്തിയാണ്, അതൊന്നും കുഴപ്പമില്ല. നല്ല സീറ്റോറൊക്കെ ചെയ്ത് ഡീസൻ്റായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? 395. ടയേഴ്സ് മാറിയേ പറ്റുള്ളൂ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. അടുത്തത് 2018-19 മോഡൽ ഫോർഡ് ആസ്പയർ. എന്തോ ഓടിയിട്ടുണ്ട്? 45,000. ഓണർഷിപ്പ്? തേർഡ് ഓണർ. കിലോമീറ്റർ ജെന്യുവൻ ആണോ? ജെന്യുവൻ കിലോമീറ്റർ. ഓക്കെ. ഈ ആൻഡ്രോയിഡ് ഇത് വരുന്നതാണോ? പ്രത്യേകം കമ്പനി കൊടുക്കുന്നത്. ഓക്കെ. ഇത് വേരിയൻ്റ് ഏതാ? ടൈറ്റാനിയം എന്ന് പറയുമ്പം 4 പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? ഓക്കെ. അലോയ് വീൽസ്. ടോപ്പാണോ? ടോപ്പ് അലോയ് വീലെല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഫോർഡ് ഫിഗോ ആസ്പയർ ടൈറ്റാനിയം. എത്ര ചോദ്യം? 445. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. അടുത്തത് 2014 മോഡൽ ഹ്യുണ്ടായി എക്സെന്റ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ. എന്ത് ഓടി? സെക്കൻഡ് അല്ല, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 67,000. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. കൊള്ളാം. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. മാനുവലാണ്. 4 പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നൊരു മോഡൽ.
ഡീസലോ പെട്രോൾ? പെട്രോൾ. ഇത് മൈലേജ് ഒരു 15 കാണോ? 16. ഓക്കെ. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദ്യം? 345. എത്ര? 345. 345. അടുത്തത് 2020 മോഡൽ റെനോൾട്ട് ട്രൈബർ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 50,000. 50 കിലോമീറ്റർ ജെന്യൂനാണോ? കിലോമീറ്റർ. വണ്ടി ഡോറൊന്നും തുറന്നിട്ടേ ഇല്ലേ, ഭയങ്കര ടൈറ്റല്ലോ. ഒരു ആൻഡ്രോയിഡൊക്കെ ഇരിപ്പുണ്ട്. കൂടെ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നില്ല, മാനുവലാണ്. ഇവിടെ 50 ഓടി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കവറൊന്നും ഇളക്കിയിട്ടില്ല. സീറ്റ് കവറൊക്കെ അതേപോലെ കിടക്കുന്നു. എന്താണ് സംഭവം? ഓടിയിട്ടുണ്ടോ എന്ന് പറയുകയും ചെയ്യുന്നു. ടയറ് നല്ല ടയറാണ്. എത്ര ചോദ്യം? നമുക്ക് വാറണ്ടി അടക്കം 565. 565 വാറണ്ടിയിൽ. ഓക്കെ. വേറെ എന്തെങ്കിലും അപാകത പറയാൻ? റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. അടുത്തത് 2016 മോഡൽ ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. എന്ത് ഓടിയിട്ടുണ്ട്? 170. 170? ഓ മൈ ഗോഡ്. ആൻഡ്രോയിഡൊക്കെ ഉള്ളൊരു കിടുന്ന സാധനമാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ ഡീസൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. ടയേഴ്സ് കൊള്ളാം, നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് പ്രൈസ് വന്നിട്ടില്ല. ഇതിൻ്റെയും വന്നിട്ടില്ലേ? നമുക്ക് ഓണ സെയിലിന് വന്നതാണ്. അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അടുത്തത് 2020 മോഡൽ സെലേറിയോ CNG ആണ്. ടാക്സി പർപ്പസാണ്. ടാക്സിയാ. ഓക്കെ. എന്ത് ഓടിയിട്ടുണ്ട്? 2 ലക്ഷം. 2 ലക്ഷം തയ്ച്ചിട്ടുണ്ട്. ഓക്കെ. എത്ര ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ. വണ്ടിക്കകമൊക്കെ ഡീസൻ്റ് ആണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. ഓക്കെ. ടയർ ആവറേജിന് മേളിലോട്ട് നിൽപ്പുണ്ട്, കുഴപ്പമില്ല. സെലീരിയോ അല്ലേ? ഓക്കെ. എത്ര ചോദ്യം? എത്ര? ഏകദേശം 3.5 വരും. 3.5 വരുന്ന രീതിയിലുള്ള വണ്ടി. ടാക്സി ഓടാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് ചെറുതും വലുതുമായ ഒരുപാട് വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള വണ്ടികളായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാകും. അതായത് ഇപ്പം 10-25,000 ചിലവർ കമൻ്റ് ഇടുന്ന കണ്ടിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. 10-25,000 രൂപ കൂടുതലാണ് ഓരോ വണ്ടിക്കും എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. ഒരു കച്ചവടം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗനിങ് ഒക്കെ ഉണ്ടാവില്ലേ ബോസ്? അപ്പോൾ അവർ കൂട്ടിയിട്ടാലല്ലേ അവർക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനങ്ങനെ കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് ബാർഗനിങ് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറയുമല്ലോ. അപ്പം അത് മാന്യമായ വിലയാവുകയാണെങ്കിൽ എടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ കാണുക, പോസിറ്റീവായിട്ട് കാണും. അപ്പോൾ എല്ലാം നല്ലതേ നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന വിലയുള്ള നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ